ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൃഷ്ണ തുളസി ഹെയർ ടോണിക്, കൃഷ്ണ തുളസി കപ്പ് സിറപ്പ്, മർമ്മ ഹെൽത്ത് സെന്റർ, കൊരട്ടിമത ITC, ക്വിറ്റ്മോസ്. നമസ്കാരം. പടവുകളിലേക്ക് സ്വാഗതം. അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഒരു കൈക്കുടന്ന നിലാവിൻ്റെ പ്രസരിപ്പ്, നനുത്ത ഒരു പ്രഭാതത്തിൻ്റെ ലാളിത്യം, നേർത്ത ഇളം കാറ്റിൻ്റെ ശാന്തത, ഇതൊക്കെ ചേർന്നാൽ പ്രശാന്ത സുന്ദരമായ ഒരു ഗ്രാമമായി. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം പഞ്ചായത്തിലാണ് മേൽപ്പറഞ്ഞ ഗ്രാമം. പേര് കാവുമ്പായി. ഈ ഗ്രാമത്തിൻ്റെ ഊഷ്മളത ഹൃദയവിശുദ്ധിയായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ഇവിടെ. ശരീരശാസ്ത്രത്തിൻ്റെ നാൾവഴികളിൽ ആധുനിക ചികിത്സാ രീതിയുടെ ഉണർത്തുപാട്ടുകാരനായ ഇദ്ദേഹത്തെ ഡോക്ടർ SK മാധവൻ എന്ന് പേർ വിളിക്കാം. തളിപ്പറമ്പിൻ്റെ മണ്ണിൽ രാഷ്ട്രപിതാവിൻ്റെ മനസ്സിലെ ആശയത്തിന് വിത്ത് മുളപ്പിച്ച ഡോക്ടർ SK മാധവൻ മഹാത്മാവ് അഭിപ്രായപ്പെട്ടതുപോലെ ഭാരതത്തിലെ ദരിദ്ര നാരായണന്മാർക്ക് യോജിച്ച ഒരു ചികിത്സ എന്ന നിലയിലാണ് ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിന് തുടക്കമിട്ടത്. പ്രസ്തുത കേന്ദ്രത്തിൻ്റെ പ്രസിഡന്റും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ SK മാധവന് ഈ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടാണുള്ളത്. പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുവാൻ ബാധ്യതയുള്ള മനുഷ്യൻ നമ്മുടെ പ്രകൃതി നിയമങ്ങളെ വെല്ലുവിളിക്കുമ്പോഴാണ് പ്രശ്നസങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് നിപതിക്കുന്നത്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരമാവുകയാണ് പ്രകൃതി ചികിത്സ. പൗരാണിക ജനത പ്രകൃതിയുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചിരുന്നത് പോലെ ആധുനിക മനുഷ്യ സമൂഹവും ഈ ആശയത്തിന് പ്രചാരം നൽകേണ്ടതുണ്ട് എന്നതാണ് ഇത്തരമൊരു ചികിത്സാ കേന്ദ്രത്തിൻ്റെ ആവിർഭാവത്തിന് നിമിത്തമായി ഭവിച്ചതെന്നാണ് ഡോക്ടർ SK മാധവൻ്റെ മതം. മനുഷ്യ ശരീരം പ്രകൃതിയുടെ കുറ്റമറ്റ ഒരു സൃഷ്ടിയാണ്. സ്വയം പ്രവർത്തന ശക്തിയുള്ള ഒരു അത്ഭുത യന്ത്രമാണ്. ജനിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന ഈ ശക്തിവിശേഷം മരണം വരെ നിലനിൽക്കുന്നുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഏതൊരാളും ശരീരത്തിൻ്റെ ഈ ശക്തിവിശേഷം നിലനിർത്തുന്നതിനാവശ്യമായ ചുറ്റുപാടുകളിൽ ജീവിക്കുക എന്നതാണ് പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാന തത്വം. ഈ തത്വത്തിലൂന്നി രോഗത്തിന് ഔഷധ ചികിത്സയ്ക്ക് ഉപരി കാറ്റ്, സൂര്യപ്രകാശം, ജലം തുടങ്ങിയ താരതമ്യേന സുലഭമായ പ്രകൃതി വിഭവങ്ങൾ ചികിത്സയുടെ ഭാഗമാക്കുകയാണ് ഇവിടെ രോഗത്തെ പ്രതിരോധിക്കാൻ. ഇങ്ങനെ പ്രകൃതി ചികിത്സയിൽ ഉപവാസത്തിനും വ്യായാമത്തിനും പ്രാധാന്യമേറുന്നു. ഉപവാസത്തിൻ്റെ ഈ പ്രാധാന്യത്തെ മനസ്സിലാക്കിയെടുത്ത ശ്രീമാൻ SK മാധവൻ നമ്മെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്കുമാണ് നയിക്കുന്നത്.
പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു ആധുനിക ചികിത്സാ രീതിയാണ്. മനുഷ്യൻ്റെ ശരീരം സ്വയം ചികിത്സിക്കാൻ കഴിവുള്ള ഒരു അത്ഭുത യന്ത്രമാണ് എന്ന ജീവശാസ്ത്ര തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തിയ ഒരു ചികിത്സാ ശാഖയാണ് പ്രകൃതി ചികിത്സ. പ്രകൃതി നിയമമനുസരിച്ച് മറ്റു ജീവജാലങ്ങളെപ്പോലെ ജീവിക്കാൻ ബാധ്യതയുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. അറിഞ്ഞോ അറിയാതെയോ മനുഷ്യൻ പ്രകൃതിയുടെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഫലമാണ് രക്തത്തിലുള്ള വിഷസങ്കലനവും ഇന്ന് കാണുന്ന ഈ രോഗങ്ങളും. ആ പ്രകൃതി ചികിത്സയിൽ വന്ന് രോഗം മാറിയാലും കുറേയൊക്കെ നിയന്ത്രണങ്ങൾ നമ്മൾ പാലിക്കണം. മിതമായിട്ടുള്ള ഭക്ഷണശീലം നമ്മൾ പുലർത്തണം. മിതമായിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്യണം. ആവശ്യത്തിന് വിശ്രമവും ഉറക്കവും ഉണ്ടായിരിക്കണം. കാറ്റും വെയിലും കൊള്ളണം. മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള ആരോഗ്യ തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചാൽ രോഗം മടങ്ങി വരില്ല. പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള വിശ്വാസം സ്വജീവിതത്തിൽ നിന്ന് ആർജിച്ച ഡോക്ടർ എസ്.കെ. മാധവൻ ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ്ലെസ് തെറാപ്പി എന്ന സ്ഥാപനത്തിൽ നിന്ന് പ്രകൃതി ചികിത്സയിൽ ഡിപ്ലോമ നേടിയ ശേഷം ക്രമേണ പ്രകൃതി ചികിത്സയുടെ പ്രചാരകനായി തീരുകയായിരുന്നു. ഉപവാസത്തോടൊപ്പം വെള്ളം, വെളിച്ചം, വ്യായാമം, മണ്ണ്, ശുദ്ധവായു എന്നിവയെ എങ്ങനെ ചികിത്സയുടെ ഉപാധിയാക്കാം എന്ന് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് തൻ്റെ ഉദ്യമത്തിലൂടെ. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം, സാമൂഹ്യ പൊതുരംഗങ്ങളിലുള്ള പ്രവർത്തനം ഇവയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ 1965 എനിക്ക് ടോൺസിലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം പിടിപെട്ടു. അലോപ്പതി ചികിത്സയാണ് ചെയ്തത്. ആദ്യകാലത്ത് ലോക്കൽ അലോപ്പതി ഡോക്ടർമാർ ചെയ്തു, പിന്നീട് ENT വിദഗ്ധന്മാർ തന്നെ ചെയ്തു. രോഗം വളരെ കൂടെ ആവർത്തിച്ച് തുടങ്ങിയപ്പോൾ 1975 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ENT വിഭാഗത്തിൻ്റെ തലവൻ ഡോക്ടറെ കണ്ടു. അവരിതിന് സർജറി വേണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ടോൺസിലക്ടമി എന്ന് പറയുന്ന സർജറി ചെയ്തു. 2 കൊല്ലത്തൊക്കെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 1977 വീണ്ടും ഈ തൊണ്ടവേദന വന്നപ്പോൾ ENTക്കാരെ കണ്ടു. അവർ പറഞ്ഞു ഇത് ടോൺസിലൈറ്റിസ് അല്ല, ഇത് ലെഫ്റ്റ് സൈഡിലൊരു ഗ്രോത്താണ്, അതിൻ്റെ ബയോപ്സി നോക്കണം എന്ന് പറഞ്ഞു. ബയോപ്സി നോക്കുന്നത് ക്യാൻസറാണോ അല്ലയോ എന്നറിയാനാണല്ലോ. അതാണെങ്കിൽ എന്താണ് ചികിത്സ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അവർ കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയിട്ടുള്ള ചികിത്സകളുണ്ട്. അത്തരം ചികിത്സകൾ ചെയ്ത് മരണമടഞ്ഞവരുടെ കഥ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ബയോപ്സി നോക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ചു കാലം ആയുർവേദ ചികിത്സകൾ നോക്കി, അതുകൊണ്ട് വേണ്ടത്ര ഗുണമുണ്ടായില്ല. കുറച്ചു കാലം ഹോമിയോപ്പതി ചികിത്സ നോക്കി, അതുകൊണ്ട് വേണ്ടത്ര ഗുണമുണ്ടായില്ല. അവസാനം ഈ തൊണ്ടവേദന മാറ്റാൻ വേണ്ടി പ്രകൃതി ചികിത്സ ചെയ്തു ഞാൻ. ആ പ്രകൃതി ചികിത്സയിലൂടെയാണ് തൊണ്ടവേദന പൂർണ്ണമായും മാറ്റാൻ കഴിഞ്ഞത്. അതൊരു 81, 82 ഈ കാലഘട്ടത്തിലാണ്. തൃശ്ശൂരിലുള്ള പ്രൊഫസർ ഉൽപ്പലാഷനാണ് എന്നെ ചികിത്സിച്ചത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിലൂടെയാണ് ഉപവാസം, ഭക്ഷണ നിയന്ത്രണം തുടങ്ങിയ ചികിത്സയിലൂടെയാണ് എൻ്റെ തൊണ്ടവേദന പൂർണ്ണമായിട്ടും മാറിയത്. അപ്പോൾ ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് ഈ സിദ്ധാന്തങ്ങൾ പഠിക്കുകയും ഇത് സമൂഹ മധ്യത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാര്യമാണല്ലോ എന്ന തോന്നലിൽ നിന്നാണ് ഞാൻ പ്രകൃതി ചികിത്സ പഠിക്കാനിടയായത്. ബോംബെയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രഗ്ലെസ് തെറാപ്പി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ഞാൻ നാച്ചുറോപ്പതിയിൽ ND എന്ന് പറയുന്ന ഡിപ്ലോമ എടുത്തു. തൃശ്ശൂരിൽ ഡോക്ടർ TA ശേഖരൻ സാറ് നടത്തുന്ന ഒരു ഉപവാസത്തെക്കുറിച്ചിട്ടുള്ള കോഴ്സ് ഉണ്ടായിരുന്നു. ഉപവാസത്തിന് മുൻതൂക്കം നൽകുന്ന പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിൽ ചേർന്നിട്ട് DO ഡിപ്ലോമ ഇൻ ഓർത്തോപ്പതി എന്ന് പറയുന്ന ആ പരീക്ഷ എഴുതി പാസ്സാവുകയും ഉപവാസത്തെക്കുറിച്ച് കൂടുതൽ ഗഹനമായിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ചെയ്തു. പ്രകൃതി ചികിത്സ തീർച്ചയായും ശാസ്ത്രീയമായ ഒരു നവീന ചികിത്സാ സമ്പ്രദായമാണ്. ഈ ചികിത്സയുടെ മുന്നിൽ പാരമ്പര്യ രോഗമെന്നോ മാറാ രോഗമെന്നോ ഉള്ള വ്യത്യാസമില്ല. മറിച്ച് രോഗകാരണമായ വിഷസങ്കലനം എന്ന അവസ്ഥയാണ് രോഗങ്ങളുടെ എല്ലാം രംഗപ്രവേശത്തിനുള്ള കാരണമെന്ന സത്യം തിരിച്ചറിഞ്ഞുള്ള ചികിത്സയിൽ ശരീരത്തിൽ ഒരു തുലനാവസ്ഥ നിലനിർത്തുന്ന ആഹാരക്രമവും വ്യായാമവും ഉപവാസവുമൊക്കെയാണ് ഡോക്ടർ എസ്.കെ. മാധവൻ പ്രതിവിധിയായി നിശ്ചയിക്കുന്നത്. ഇത് പാലിക്കുന്ന ഏത് രോഗിക്കും രോഗമുക്തി കിട്ടുന്നുവെന്നത് ഈ ചികിത്സയുടെ മഹത്വമായി ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രകൃതി ചികിത്സയിലെ പഥ്യത്തിന് വളരെ പ്രത്യേകതകളുണ്ട്. മനുഷ്യൻ്റെ ശരീരം ഒരു നിശ്ചിത ആസിഡ് ആൽക്കലൈൻ അനുപാതത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ഫിസിയോളജിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം 80% ക്ഷാരമയമാണ്, 20% അമ്ലമയമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഭക്ഷണ നിയന്ത്രണമാണ് പ്രകൃതി ചികിത്സകർ അനുശാസിക്കുന്നത്.
ഉദാഹരണമായിട്ട് ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കണമെന്നാണ് പ്രതിചികിത്സകർ പറയുന്നത്. വേറെ ഒരു ഭക്ഷണവും കഴിക്കരുത്. ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ വേവിക്കാത്ത പച്ചക്കറികൾ, വേവിച്ച പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കണമെന്നാണ് പറയുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 80% ക്ഷാരമയമാക്കാൻ വേണ്ടിയിട്ട് അത് പഴങ്ങൾക്കും പച്ചക്കറികൾക്കും മുൻതൂക്കം കൊടുക്കണം. ബാക്കി 20% അരി, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾക്ക് പാടുള്ളൂ എന്നാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഭക്ഷണ നിയന്ത്രണമാണ് പ്രതിചികിത്സകർ അനുശാസിക്കുന്നത്. അതിൻ്റെ കൂടെ വ്യായാമം, യോഗ, വെയിലുകൊള്ളൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊണ്ണത്തടിയിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് ഡോക്ടർ മാധവൻ ആവിഷ്കരിച്ച ചികിത്സാവിധി ഇന്ന് വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട്. പ്രകൃതി ചികിത്സയുടെ ശാസ്ത്രീയ വശങ്ങളിൽ ഊന്നിയ ഈ ചികിത്സ പാലിക്കാൻ തടസ്സങ്ങളൊന്നുമില്ലാത്തതിനാൽ ഈ ആവശ്യവുമായി ഇദ്ദേഹത്തെ സമീപിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണത്രേ. ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി ഉള്ള ഒരാളിനെ ഞങ്ങൾ ചികിത്സിക്കുന്നത് പ്രകൃതി ചികിത്സയുടെ ഒരു പ്രത്യേക രീതിയിലാണ്. പൊണ്ണത്തടി എന്ന് പറയുന്നത് എക്സസ് ഫാറ്റ് ഡിപ്പോസിറ്റാണ്. ഇതിനു മുമ്പ് നമ്മൾ കഴിച്ച ഭക്ഷണം വ്യായാമത്തിലൂടെയോ അധ്വാനത്തിലൂടെയോ ചിലവാകാതെ ശരീരം സൂക്ഷിച്ച് വെച്ചിട്ടാണ് പൊണ്ണത്തടി ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരത്തിന് യാതൊരു ഭക്ഷണവും കൊടുക്കാതെ ശരീരത്തെ കൊണ്ട് അധ്വാനിപ്പിക്കുകയാണെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ സ്റ്റോറേജിൽ നിന്ന് ഭക്ഷണം എടുക്കാൻ നിർബന്ധിതമായിത്തീരും ശരീരം. അപ്പോൾ ഉപവാസവും വ്യായാമവും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഫാറ്റ് ഡിപ്പോസിറ്റിനെ ഗ്ലൈക്കോജനാക്കി, ഗ്ലൂക്കോസാക്കി ഓക്സിഡൈസ് ചെയ്ത് ഉപയോഗപ്പെടുത്തും. അങ്ങനെയാണ് വെയിറ്റ് കുറയുന്നത്. ഒരു ദിവസം 1 കിലോ, 1.5 കിലോ, 2 കിലോ വരെയൊക്കെ വെയിറ്റ് കുറയും. ഈ രീതിയിൽ പോയാൽ ശരാശരി 1 കിലോ വെയിറ്റ് കുറയും. ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ കുറയും. പിന്നീട് ഈ കുറയുന്നതിൻ്റെ തോത് കുറഞ്ഞു വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒബേസിറ്റിയല്ല, എല്ലാ കാര്യത്തിലും ഇത് വളരെ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ചികിത്സയാണ്. ഒബേസിറ്റിയിൽ ഇത് വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹൃദ്രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ആധുനിക ലോകത്ത് ഇതിന് ലളിതമായ പരിഹാരമാണ് ഡോക്ടർ മാധവൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ പ്രധാനമായും ചികിത്സ വളരെ സൈദ്ധാന്തികമാണ്. രോഗസിദ്ധാന്തം, രോഗകാരണ സിദ്ധാന്തം, രോഗചികിത്സാ സിദ്ധാന്തം ഇവയുടെ വിശകലനമാണ് യഥാർത്ഥത്തിൽ പ്രകൃതി ചികിത്സ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ ഹൃദ്രോഗം മാത്രമല്ല, ഏത് സങ്കീർണ രോഗത്തിനും പരിഹാരമാണ് പ്രകൃതി ചികിത്സ എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നു. ഞങ്ങൾക്കിന്ന് ഏറ്റവും അധികം രോഗികൾ ഹൃദ്രോഗികളാണ് വരുന്നത്. TMD ടെസ്റ്റ് കഴിഞ്ഞ്, ആൻജിയോഗ്രാം കഴിഞ്ഞ് ബൈപ്പാസ് സർജറി വേണം, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് സ്റ്റെൻറ്റ് ഇടണം എന്ന് പറയുന്ന ആ രീതിയിൽ ആ സ്റ്റേജിൽ എത്തിയിട്ടുള്ള രോഗികൾ ആ സർജറി ഒഴിവാക്കാൻ വേണ്ടി, ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻറ്റുകളും ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രതിചികിത്സയിലൊക്കെ ധാരാളമായിട്ട് ആളുകൾ ഇന്ന് വരുന്നുണ്ട്. അവർ ഈ രീതിയിലുള്ള ഉപവാസം, ഭക്ഷണ നിയന്ത്രണം, ഞങ്ങളുടെ ജലചികിത്സകൾ, വ്യായാമം ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവരുടെ കൊറോണറി ആർട്ടറിയിലുള്ള ബ്ലോക്ക് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. രക്തത്തിലുള്ള ടോക്സിൻ ഇല്ലാതാവുകയും രക്തം ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ധമനികളിലുള്ള ബ്ലോക്ക് അലിഞ്ഞ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹൃദ്രോഗം മാറിയിട്ട് പൂർണ്ണ ആരോഗ്യവാന്മാരായിട്ട് എത്രയോ കൊല്ലമായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവർ വീണ്ടും TMD ടെസ്റ്റ് പോലുള്ള ടെസ്റ്റിന് വിധേയരാവുകയാണെങ്കിൽ അവർക്ക് ഹൃദ്രോഗമില്ല എന്ന് കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. ഉപവാസത്തിൻ്റെ പ്രാധാന്യം നന്നായി തിരിച്ചറിഞ്ഞ ഡോക്ടർ മാധവൻ തൻ്റെ ചികിത്സയിൽ പ്രധാനമായും അവലംബിക്കുന്നത് ഈ മാർഗമാണ്. ഉപവാസം എന്നാൽ പട്ടിണി കിടക്കലല്ല, മറിച്ച് ശരീരത്തിൽ ശേഖരിക്കപ്പെട്ട മിച്ച ഊർജം ശരീര ഊർജത്തിൻ്റെ ആവശ്യാനുസരണം ഉപവാസ സമയത്ത് ഉപയോഗപ്പെടുത്തുന്നു. ലോകത്താകമാനം പ്രകൃതി ചികിത്സയുടെ ഭാഗമായി ഈ സമ്പ്രദായത്തിന് പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഡോക്ടർ മാധവൻ്റെ ഈ രംഗത്തുള്ള നേട്ടം അംഗീകരിക്കപ്പെട്ടത് ലോകത്തിലെ ആദരണീയനായ പ്രകൃതി ചികിത്സകനായ ഡോക്ടർ KK സിധ്വ ഉൾപ്പെടെയുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ഉപവാസ ചികിത്സയെ പ്രകീർത്തിച്ചതിലൂടെയാണ്. 7 ദിവസം മുതൽ 45 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഉപവാസം, വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം ഞങ്ങളിവിടെ ചെയ്തു വരുന്നുണ്ട്, ധാരാളമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഒബേസിറ്റി മാറ്റാനും ഹൃദ്രോഗം മാറ്റാനും എല്ലാം ആളുകൾ ഉപവാസത്തെയാണ് അവലംബിക്കുന്നത്. മനുഷ്യ ശരീരം സ്വയം ചികിത്സിക്കുമെന്നുള്ളതാണ് തത്വം. ഉപവാസത്തിലാണ് ശരീരം സ്വയം ചികിത്സിക്കുന്നത്.